ചുരൽമല പഴയ വില്ലേജ് റോഡിലെ കോയിനാകുളത്ത് കാട്ടാനശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ പ്രദേശത്തിറങ്ങിയ 4 കാട്ടാനകൾ വ്യാപക നാശനഷ്ടം വരുത്തി. കുനിയിൽ ഇബ്രാഹിംകുട്ടിയുടെ വീടിന് മുന്നിലെത്തിയ കാട്ടാനക്കൂട്ടം തെങ്ങ്, വാഴ എന്നിവയെല്ലാം നശിപ്പിച്ചു. ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. ഒറ്റപ്പെട്ടുപോയ ഇടങ്ങളിലും ജനവാസ മേഖലയിലും പതിവായി കാട്ടാനക്കൂട്ടം എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെത്തിയ ആന വ്യാപക കൃഷിനാശമാണ് വരുത്തിവെച്ചത്. പേടിച്ച് ജീവിക്കന്നെ. ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. ഈ അങ്ങനെ ആനയും കുതിരയും ഒക്കെ വന്നാൽ എന്താ ചെയ്യുക? പലരും തലനാരിഴയ്ക്കാണ് കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. സമീപത്തെ എസ്റ്റേറ്റിലെ കാടുമൂടിയ മേഖലകളിലാണ് പകൽ സമയങ്ങളിൽ ആനകൾ തമ്പടിക്കുന്നത്. കാട് വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ പരാതികൾ നൽകിയിട്ടും നടപടിയില്ല. പകൽ സമയത്ത് പോലും ആനയെത്തുന്നത് പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയാണ്. ഒന്ന് പ്രളയം വന്നൊരു ദുരിതത്തിലാണ് നമ്മളുള്ളത്. ഇപ്പൊ ഈ മൃഗശല്യം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലും കൂടി ഉണ്ട്. നിരന്തരം ഡെയിലി എല്ലാ ദിവസവും ഉണ്ട് ഇവിടെ ആന. എല്ലാ ദിവസവും ഈ താഴ്ഭാഗത്തൊക്കെ ഉണ്ട്. അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ട കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം. മീഡിയ 1 വയനാട്.